പി രാജീവിന്റെ പ്രതികരണം. മന്ത്രി പി രാജീവ് കിട്ടിയിട്ടില്ല. എന്തായാലും ആദ്യ ഭാഗം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് നല്ല വിധിയായിട്ടാണ് തോന്നുന്നത്. ശരിയായ രൂപത്തിലുള്ള അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനുമുള്ള ഒരു അംഗീകാരം കൂടിയാണ്. 6 പ്രതികൾക്കും ഏറ്റവും മികച്ച രീതിയിലുള്ള ശിക്ഷയാണ് ഇപ്പോൾ വന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം വിശദമായി വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ള എല്ലാവർക്കും മാതൃകാപരമായൊരു ശിക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. അതാണ് അത് സംബന്ധിച്ചുള്ള പ്രാഥമിക പ്രതികരണമായി പരമാവധി ശിക്ഷയാണ് അതിനകത്ത്. 20 വർഷമാണല്ലോ വന്നിരിക്കുന്നത്. യുവജന സാധാരണ 14 വർഷമാണല്ലോ. 20 വർഷം അതിനകത്ത് പരമാവധി ശിക്ഷയായിട്ടാണ് കാണുന്നത്. ബാക്കി വിവരങ്ങൾ അറിഞ്ഞില്ല. ഇതിപ്പോൾ വന്ന വിവരം അനുസരിച്ച് മാത്രമുള്ള പ്രാഥമികമായ ഒരു പ്രതികരണമാണ്. എന്തായാലും അത് നല്ല സന്ദേശം നമുക്ക് നൽകും എന്നാണ് കണക്കാക്കുന്നത്. അതെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഭാഗത്തിൽ പ്രോസിക്യൂഷൻ സുദീർഘമായ രൂപത്തിൽ പ്രവർത്തിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. രണ്ടാം ഭാഗത്തും പ്രോസിക്യൂഷൻ നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചു എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ അത് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നതാണ് കോടതിയുടെ ഭാഗം. ഇപ്പോൾ നമുക്ക് കോടതി എങ്ങനെയാണ് സമീപിച്ചിട്ടുള്ളത്, കോടതിയുടെ മുൻപിൽ വന്നിട്ടുള്ള വാദങ്ങൾ, കേസ് തെറിയിൽ വിശദാംശങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് വിധിപ്പകർപ്പ് വന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രതികരണങ്ങളാണ്. പ്രോസിക്യൂഷനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനം, ഈ വിധിന്യായം പറഞ്ഞ ജഡ്ജിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനം, അതെല്ലാം തെറ്റായ രീതി. നമുക്ക് വിധിയോട് വിയോജിപ്പുണ്ടാകാം. പക്ഷേ അന്വേഷണ സംഘം കണ്ടെത്തുന്ന നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം തയ്യാറാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ ബാധിക്കുന്നു. ഈ കേസിൽ അതിജീവിത ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നമ്മൾ ഒന്നാമത്തെ പ്രോസിക്യൂഷനായിട്ടുള്ള അഭിഭാഷകൻ നിയോഗിച്ചു. അദ്ദേഹം രാജിവെച്ചപ്പോൾ രണ്ടാമത്തെ അതെല്ലാം തന്നെ അതിജീവിത അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിക്കുന്നത്. അവരെല്ലാം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജഡ്ജി വിധി പറയുമ്പോൾ വിധിന്യായത്തെ നമുക്ക് വിമർശിക്കാം. അല്ലാതെ മറ്റിപ്പോൾ തിരുവനന്തപുരത്ത് ജാമ്യം കിട്ടി, അത് ഒന്നാം കേസിനകത്ത് ജാമ്യം കൊടുത്തില്ലല്ലോ, രണ്ടാം കേസിൽ എന്തുകൊണ്ട് കൊടുത്തു, എന്നാൽ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വിധിയെ നമുക്ക് വിമർശിക്കാം. പക്ഷേ വിധി പറയുന്ന ന്യായാധിപർക്ക് നേരെയുള്ളതിനെ നമ്മൾ യോജിക്കുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉള്ളത് എന്തുകൊണ്ട് അതിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് വിധി പൂർണ്ണമായി വായിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം മാത്രമേ